നമ്മൾ കുറച്ച് കസിൻസ് കൂടിയിട്ട് ബ്രദറിന്റെ വൈഫിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോയെന്ന് കേട്ടാ. വേറൊന്നുമല്ല, ആളെ പ്രഗ്നന്റ് ആണ്. അതുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു മോം ടു ബി ആക്കാന്ന് വിചാരിച്ച്. ഒരു 10 മിനിറ്റ് കൂടി ലേറ്റ് ആയെങ്കിൽ സർപ്രൈസ് നേരെ തിരിച്ച് നമുക്ക് കിട്ടേനു. കാരണം കണ്ണൂർ പോകാൻ വേണ്ടിയിട്ട് വീടെല്ലാം പൂട്ടി ആളിങ്ങനെ പുറത്തിരിക്കുന്നു ബ്രദറിനെ കാത്തിട്ട്. അപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് 10 മിനിറ്റ് മുമ്പേ നമ്മൾ അടുത്തി. അങ്ങനെ ആൾക്ക് ചെറിയൊരു സർപ്രൈസ് ആയി. നമ്മൾ നേരെ വീട്ടിനുള്ളിൽ കയറി. എല്ലാവരും മാച്ച് ആയിട്ട് പിങ്ക് കളർ ഔട്ട്ഫിറ്റ് ആട്ടാ ഇട്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് പിങ്ക് കളർ ജ്യൂസും കൂടി കിട്ടി. അപ്പൊ ജ്യൂസെല്ലാം കുടിച്ച് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, കേക്ക് കട്ട് ചെയ്യണം. അപ്പം ബ്രദർ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാളെ വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം അങ്ങനെ വന്ന്. ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടി. കേക്കും പിടിച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുക. അതിന് തന്നെ കുറേ സമയമായി. അങ്ങനെ നമ്മള് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിയുമ്പോഴത്തേക്ക് തന്നെ മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്ന്. പറയാണ്ട് വന്നോണ്ട് തന്നെ ഒന്നും ആക്കാൻ പറ്റിയിട്ടില്ല. ഇതേ ഉള്ളൂ നമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് മുറിക്കുക, വെള്ളം കുടിക്കുക, പോവാന്ന് മാത്രമേ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ സംസാരിച്ചെന്ന് കുറേ സമയം ലേറ്റ് ആയി. അതുകൊണ്ട് തന്നെ ചായയും കടിയെല്ലാം കുടിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോയി സംസാരിക്കാനിരുന്ന്. ഫാമിലി ആയിട്ട് കൂടുമ്പം പ്രത്യേകിച്ച് കസിൻസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കാനുണ്ടാവുമല്ലേ. അങ്ങനെ പിന്നെ എല്ലാ കഥകളും പറഞ്ഞ് കുറേ സമയം ഇരുന്ന് ലാസ്റ്റ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് 8:30 മണിയായിനി.